ഷഫീഖ് നോക്കൂ, ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിനാണ് ഇന്ന് അങ്കോലയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ കര നാവികസേന സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുമ്പോൾ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ഈ തിരച്ചിലിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ കാലാവസ്ഥ അത് എപ്പോഴാണ് പ്രതികൂലമായിട്ട് വരിക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ ഈ തിരച്ചിലിന് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണോ അവിടെയുള്ളത്? ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്ന് തോന്നുന്നു. അല്പസമയം മുൻപ് വരെ ഇവിടെ ഇരുണ്ട ഒരു അന്തരീക്ഷമായിരുന്നു. ഇരുണ്ട അന്തരീക്ഷം പേടിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ളൊരു അന്തരീക്ഷമായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷം, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ്, അതിശക്തമായ മഴ. അത് വിട്ടുമാറി ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും അതിശക്തമായ മഴയും വിട്ടുമാറാൻ മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. തെളിഞ്ഞ അന്തരീക്ഷം വന്നു. ഈ തെളിഞ്ഞ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത നിമിഷത്തെ കാലാവസ്ഥ എങ്ങനെയാവും എന്ന് പ്രവചിക്കുക ഈ പ്രദേശത്ത്. ശരി, അത് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഈ തിരച്ചിലിന് ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നിൽക്കുക എന്നതടക്കം ഉള്ള ആകാംക്ഷകളുണ്ട്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അർജുനായിട്ടുള്ള രക്ഷാദൗത്യം ഇന്ന് 9ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ ഉപകരണങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചൊക്കെ ആയിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുക. ഇന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല, എല്ലാ ദിവസവും നമ്മൾ വരുമ്പം ഓരോ പ്രതീക്ഷയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നോക്കാം ഇന്ന് എന്താ നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റേ മേജർ ഇന്ദ്രപാൽ എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അദ്ദേഹം എത്തി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ വിധത്തിൽ കൂടുതൽ കുറച്ചുകൂടി സമഗ്രമായിട്ട് അന്വേഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, ഞാനും അത് മീഡിയയിൽ കൂടെ തന്നെയാണ് അറിഞ്ഞത്. അല്ലാതെ പേഴ്സണലായിട്ട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാനും അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ആ ഉപകരണം നാളെ രാവിലെ അതും അറിഞ്ഞിട്ടുണ്ട്. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാനും അറിഞ്ഞത്. ഈ ബറീഡ് ഒബ്ജക്റ്റ് അത് മറ്റേ ഡ്രോൺ ബേസ്ഡ് ആയിട്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പറയുന്നത്. അതെ, അതാണ് പറയുന്നത്. നോക്കാം ഇന്നത്തെ തിരച്ചിലിനെ അനുബന്ധിച്ച്. പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത്, കരയോട് ചേർന്നുള്ള സ്ഥലം അല്ലേ ഇപ്പോൾ ഇന്നലെ ചെയ്തതിന്റെ തുടർച്ച അല്ലേ? മൊത്തി ജിതിനാണ് നമുക്ക് ചോദിക്കുന്നതിൽ ഒരുപാട്. ശരി, ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. ഷഫീഖ്, രക്ഷാദൗത്യത്തിന്റെ നേതൃത്വം നൽകുന്ന ആളുകളാണ് സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ ഇന്ന് ഏറ്റവും പുതുതായിട്ട് നൽകുന്ന വിവരങ്ങൾ? ജിതിനാണ് ഇപ്പോൾ സംസാരിച്ചത്. അർജുൻ്റെ സഹോദരി ഭർത്താവാണ്. ജിതിൻ കഴിഞ്ഞ 9 ദിവസവുമായി ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ സാക്ഷിയായി ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട് എന്ന ഒരു കാര്യമാണ് ജിതിൻ നമ്മളുമായി പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. ആ തിരച്ചിലിൻ്റെ എല്ലാം അവസാനം നിരാശയായിരുന്നു ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായ സ്വഭാവത്തിൽ പരിശോധന നടത്തുന്നു എന്നതും വിരമിച്ച സൈനിക മേജർ ഇവിടെ എത്തി ഇത്തരം തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നറിഞ്ഞതിലും വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് ജിതിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയാണ് ബന്ധുക്കളും ഒക്കെ വെച്ചു പുലർത്തുന്നത്. നേരത്തെ ഈ നാട്ടിലുള്ള ആളുകൾ അവർ 2 പേർ ഇവിടെ മണ്ണിനടിയിലാണ്. അവരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമായി നടക്കുന്നുണ്ട്. അവരുടെയും പ്രതീക്ഷ ഈ തെരച്ചിലിൽ തങ്ങളുടെ ഉറ്റവർ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ അവരും പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് കുറച്ചുകൂടി വേഗതയിൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവുന്ന സ്വഭാവത്തിലുള്ള ഒരു പരിശോധനയാവും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിർണായകമായിട്ടുള്ള പരിശോധന തന്നെയാണ്, തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഷഫീഖ്, മറ്റൊരു കാര്യം, ഈ ഉപകരണങ്ങളൊക്കെ എത്ര സമയത്തോടു കൂടിയിട്ട് തന്നെ എത്തിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്താണ് അതിൽ കാലതാമസം നേരിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഇന്നലെ രാവിലെയാണ് ബൂം ലെങ്ത് ഇവിടെ വരും എന്ന് സൂചിപ്പിച്ചിരുന്നത്. 2 കേന്ദ്രങ്ങളിൽ നിന്ന് അതിവിടെ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്
മംഗളൂരുവിൽ നിന്നും മറ്റൊന്ന് ഗോവയിൽ നിന്നും എത്തിക്കും എന്നാണ് പറഞ്ഞത്. ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം എത്തുന്നതോടുകൂടി തന്നെ കരയിൽ നിന്ന് കുറച്ചധികം ദൂരത്തേക്ക് അതിൻ്റെ കൈ കൊണ്ടുപോയി ആ കൊണ്ടുപോയ മണ്ണ് മാന്തി ഇങ്ങോട്ടേക്ക് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യമുള്ള ഉപകരണമാണ്. പക്ഷേ ഇന്നലെ അത് ഉണ്ടായില്ല, ഇന്നലെ അത് എത്തിയില്ല. ഇന്ന് രാവിലെയോടുകൂടി എത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എന്തോ സാങ്കേതികമായ തടസ്സമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇന്നും അത് എത്താൻ വൈകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം ആധുനിക സംവിധാനങ്ങൾ എത്തുന്നതോടുകൂടി മാത്രമേ തെരച്ചിൽ കുറച്ചുകൂടി ശാസ്ത്രീയമാവൂ എന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ ഈ ലോഹ സാന്നിധ്യം കണ്ടെടുത്ത അത് എന്താണ് എന്നുള്ളത്, അതായത് അർജുൻ സഞ്ചരിച്ച ലോറിയാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും ഇന്നത്തെ തിരച്ചിൽ പ്രധാനമായിട്ട് മുന്നോട്ട് പോവുക ഷഫീഖ്? തീർച്ചയായും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് തെരച്ചിൽ നടത്തുന്നത് നേരത്തെ സിഗ്നൽ ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുക. അതോടൊപ്പം തന്നെ ഈ പുഴയുടെയും ദേശീയപാതയുടെയും ഇടയിലൊരു സ്ഥലമുണ്ട്. ഈ പുഴയുടെയും ദേശീയപാതയുടെയും ഇടയിലുള്ള ആ സ്ഥലത്ത് മണ്ണ് നീക്കം ഇന്നലെ ആരംഭിച്ചിരുന്നു. അവിടെ അത് ഇന്ന് പൂർത്തിയാക്കും. ഇന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ആ ഭാഗങ്ങളിലുള്ള മണ്ണ് നീക്കം പൂർണ്ണമായും മാറും. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിൽ വൈകിട്ടോടെ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. ആ ഭാഗത്തല്ല ഈ സോണാറിൻ്റെയും അതോടൊപ്പം തന്നെ റഡാറിൻ്റെയും സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് കുറച്ചുകൂടി ശാസ്ത്രീയമായ നിരീക്ഷണവും അവിടെ ഉണ്ടാവും. അവിടെയുള്ള ലോഹ വസ്തു ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുക. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോൺ മാതൃകയുള്ള ഉപകരണങ്ങളൊക്കെ എത്തിച്ചാലുള്ള ഒരു ഗുണമുണ്ടാവുക. ആ അർത്ഥത്തിൽ അവിടെ ലോറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുഴിച്ച് ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഇന്ന് നടത്തുക. സമാനമായി ഇപ്പോൾ ഈ പുഴയുടെയും ദേശീയപാതയുടെയും ഇടയിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വൈകിട്ടോടെ പൂർണ്ണമായും മണ്ണ് നീക്കാനാവും എന്നാണ് ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നൽകാവുന്ന ഒരു. ശരി ഷഫീഖ്, എന്തായാലും പുതിയ ഉപകരണങ്ങളൊക്കെ എത്തി ഇന്ന് അർജുനായിട്ടുള്ള തിരച്ചിൽ തുടരുമ്പോൾ വേഗത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് പറയേണ്ടിയിരിക്കുന്നു. ഷഫീഖ് നസ്രുള്ളയാണ് അങ്കോലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.